ദി ഗോട്ട് ആഗോളതലത്തിൽ 400 കോടി കടന്നിരിക്കുകയാണ്. ഈ വർഷം കോളിവുഡിൽ റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണിത്. ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഗോട്ടിന്റെ എൻഡ് ക്രെഡിറ്റിൽ അതിന്റെ സൂചനകളുമുണ്ട്. ഗോട്ട് വേഴ്സസ് OG എന്നായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ പേര് എന്നാണ് വിവരം. രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് തന്നെ വിജയുടെ അവസാന ചിത്രമായി കണക്കാക്കപ്പെടുന്നത് ദളപതി 69 എന്ന ചിത്രമാണ്. വിനോദിന്റെ സംവിധാനത്തിൽ എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദി ഗോട്ട് ഹിറ്റായെങ്കിലും രണ്ടാം ഭാഗത്തിൽ വിജയ് ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം നടൻ അജിത്ത് ആയിരിക്കും ഈ ചിത്രത്തിൽ നായകനായി എത്തുക എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പൊതുവെ വിജയ് അജിത്ത് ആരാധകർ തമ്മിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ടാവാറുണ്ട്. ദളപതിയോ തലയോ മികച്ചതെന്ന ചോദ്യം എന്നും കോളിവുഡിൽ സംസാര വിഷയമായിരുന്നു. കഴിഞ്ഞ വർഷം പൊങ്കൽ സീസണിൽ വിജയുടെ വാരിസും അജിത്തിന്റെ തുനിവും ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തിയപ്പോഴും സമാന രീതിയിലുള്ള ഫാൻ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഗോട്ടിന്റെ രണ്ടാം ഭാഗത്തിൽ വിജയ്ക്ക് പകരം അജിത്ത് എത്തിയാൽ ആരാധകരുടെ ഫൈറ്റ് ഇല്ലാതാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ തന്നെ കമന്റ് ചെയ്യുന്നത്. മങ്കാത്തയുടെ ചിത്രീകരണ സമയത്ത് പലതവണ വിജയെ നായകനാക്കി സിനിമ ചെയ്യണമെന്ന് തന്നോട് അജിത്ത് പറയാറുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ വിജയ് ചിത്രം ഗോട്ട് താൻ സംവിധാനം ചെയ്യാൻ പോകുന്നുവെന്ന് അജിത്തിനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി ആവേശം കൂട്ടുന്നതായിരുന്നുവെന്നും വർഷങ്ങളായി താൻ പറയുന്നതല്ലേ സൂപ്പർ എന്നായിരുന്നു അജിത്തിന്റെ മറുപടിയെന്നും വെങ്കട് പ്രഭു വ്യക്തമാക്കുന്നുണ്ട്. മങ്കാത്തയേക്കാൾ 100 മടങ്ങ് മികച്ചതായിരിക്കണം ദി ഗോട്ട് എന്നും അജിത്ത് പറഞ്ഞുവെന്നാണ് വെങ്കട് പ്രഭു കൂട്ടിച്ചേർക്കുന്നത്. ഏതായാലും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും ഗോട്ട് വമ്പൻ കളക്ഷൻ നേടുകയാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസിന് പ്രീമിയർ ചെയ്യുക എന്നാണ് സൂചന. ചിത്രത്തിന്റെ ഒറിജിനൽ റൺ ടൈം 3 മണിക്കൂറും 20 മിനിറ്റുമായിരുന്നു. 18 മിനിറ്റിലധികം സെൻസറിങ്ങിന് പിന്നാലെ നീക്കം ചെയ്തിട്ടുണ്ട്. ഗോട്ടിൽ അതിഥി വേഷങ്ങളിൽ ധോണി, ശിവകാർത്തികേയൻ എന്നിവരും എത്തിയിരുന്നു. അതുപോലെ വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്നതുകൊണ്ട് തന്നെ അല്പം ഇമോഷണലായി ആരാധകർ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണ് ദളപതി 69. ഈ ചിത്രത്തിൽ വിജയുടെ വില്ലനായി ബോളിവുഡ് താരം ബോബി ഡിയോൾ എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. വിനോദ് കമൽഹാസനെ നായകനാക്കി ഒരുക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയാണോ ഇപ്പോൾ ദളപതി 69 എന്ന പേരിൽ വിജയ്ക്കൊപ്പം ചെയ്യുന്നത് എന്ന സംശയവും ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്. ദളപതി 69ന്റെ ഒഫീഷ്യൽ പോസ്റ്ററാണ് ഈ സംശയത്തിന് പിന്നിൽ. പോസ്റ്ററിൽ ടൈറ്റിലിനൊപ്പം ഒരു വിളക്ക് ഉയർത്തി നിൽക്കുന്ന കൈകൾ കാണിക്കുന്നുണ്ട്. മുമ്പ് കമൽഹാസനെ നായകനാക്കി വിനോദ് പ്രഖ്യാപിച്ച സിനിമയുടെ അനൗൺസ്മെന്റും നായക കഥാപാത്രം ഒരു വിളക്ക് ഉയർത്തി നിൽക്കുന്ന തരത്തിലായിരുന്നു വന്നിരുന്നത്. ഈ സാമ്യതകൾ വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംശയം ഉയർന്നിരിക്കുന്നത്. കമൽഹാസന്റെ കരിയറിലെ 233ാമത്തെ ചിത്രമായി ഒരുങ്ങേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ഇതെന്നും എന്നാൽ കമൽഹാസൻ ഈ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും കമലിനേക്കാൾ മുൻപേ മറ്റു ചില താരങ്ങളെയും വിനോദ് ഇതേ കഥയുമായി സമീപിച്ചിരുന്നു എന്നുമാണ് വാർത്തകൾ. ഇക്കാര്യത്തിൽ വിനോദ് പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല. ദളപതി 69ന്റെ റിലീസിന് പിന്നാലെ സിനിമാഭിനയം നിർത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് വിജയ്. തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ പാർട്ടി സ്ഥാപിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തനിക്ക് ഹോബിയല്ലെന്ന് വിജയ് പറഞ്ഞിരുന്നു. പാർട്ടിയുടെ പതാകയും ഗാനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. വിജയ് പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തിൽ കൊടി ഉയർത്തുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 2 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് വിജയുടെ ലക്ഷ്യം.